അറിയാം ഒരാൾക്ക് മുങ്ങാനുള്ള ഒരു ശരിക്കും ആഴമുണ്ട്. അത്ര ഹൈറ്റിലാണ്. പക്ഷെ ഇത് കിടക്കുമ്പോ നമുക്ക് മനസ്സിലാവില്ലല്ലോ അത്. ഹായ് ഗൈസ്, ഇന്ന് എറണാകുളത്ത് ഭയങ്കര മഴയാണ്. അപ്പൊ ഞങ്ങള് ഒരു ചായയൊക്കെ മേടിച്ച് ജിഞ്ചർ ടീ ഒക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് കിടക്കാണ്. ഞങ്ങൾ 3 പേരുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുള്ള് പരിപാടി ഈ റെയിനി ഡേ നമ്മളിങ്ങനെ ആസ്വദിക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കണായിരുന്നു, വണ്ടി ഓടിക്കണക്ക് ചായ കുടിച്ചതിനെ കുഴപ്പമുണ്ട്? സാധാരണ മദ്യപിച്ച് വണ്ടി ഓടിച്ച പോലീസ് പിടിക്കും, അതുപോലെ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചോണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. ആ ഫോൺ വിളിച്ചാലും പിടിക്കും. ഇപ്പൊ കറന്റ് വണ്ടി ഒന്നും ഓടിക്കണം കേട്ടോ, നിർത്തിയിട്ടിരിക്കാണ് അല്ലേ? ഇപ്പൊ അല്ലെങ്കിൽ ആൾക്കാർ തെറ്റായിരിക്കും, നിർത്തിയിട്ടാണ് ചായ കുടിക്കണം. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണം. അപ്പൊ ഇന്ന് നമ്മുടെ ഫുള്ള് പരിപാടി നിങ്ങളെല്ലാം കാണിച്ചു തരും. പിന്നെ റോഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലത്ത് ഫ്രണ്ട് ബ്രേക്കിംഗ് സ്കൂട്ടറുകാരോട് എനിക്ക് പ്രത്യേകിച്ച്, സ്കൂട്ടർ ബൈക്ക് എന്നിവ ഉപയോഗിക്കുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ മെയിനായിട്ട് അതുപോലെ തന്നെ സെയിം ടൈം മൊട്ട ടയറിന്റെ ത്രെഡ് തീർന്നവര് മാക്സിമം ടയർ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങൾ പൈസ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവനാണ് കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങൾക്ക് ആ സ്കൂട്ടറുകാരനൊക്കെ പോകാൻ നോക്കി, അത് ഇലക്ട്രിക് ആണ്. പക്ഷെ ഇതുപോലെ നിങ്ങൾ പെട്രോൾ വണ്ടികൾ മാക്സിമം ഒഴിവാക്കുക. ഇതിനകത്തൊക്കെ ഓടിക്കണം. എഞ്ചിനുള്ള ബൈക്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക ഇതുപോലത്തെ വെള്ളത്തിൽ. കാരണം ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പിന്നെ അതിന്റെ കോൺസിക്വൻസ് വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് നോക്കി വോൾവോക്കെയാണ് പോണത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും വെള്ളം തോന്നിക്കൂല. പക്ഷെ ഇതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരാൻ പോണെന്ന് വെച്ചാൽ സെൻസറുകൾ കംപ്ലൈന്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. വെള്ളം കയറിയ പെട്ടെന്ന് സെൻസർ പോകും. അതുകൊണ്ട് ഓവറായിട്ടുള്ള വെള്ളത്തിലൊന്നും ഇറക്കാതിരിക്കാൻ ശ്രമിക്കുക. വഴിമാറി പോവുക. മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ഥലം എന്താണെന്ന് വെച്ചാൽ ഹൈവേ റോഡുകളാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ അത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. റോജൻ പറഞ്ഞ മനസ്സിലായില്ലേ? എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും റോജൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സൂക്ഷിച്ചൊക്കെ പോവുക. നിങ്ങൾ ഈ വേസ്റ്റ് ഒക്കെ കണ്ട, ഈ വേസ്റ്റ് ഒക്കെ ഈ വെള്ളം നിറയുമ്പോഴാണ് ഇത് ഈ വെള്ളത്തിലേക്ക് മൊത്തം ഇത് അലിഞ്ഞു ചേരും. അപ്പൊ നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും ഒരുപാട് അസുഖങ്ങളൊക്കെ പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇതുപോലത്തെ വെള്ളത്തിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ചെന്നാൽ ഉടനെ ഡെറ്റോൾ ഇട്ട് കാല് കഴുകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടി നിങ്ങളൊരു ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തം കാര്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട് ഇപ്പോഴും. അതെ, കുടിക്കുന്ന വെള്ളമാണെങ്കിലും ഫിൽട്ടർ ചെയ്ത വെള്ളമാണെങ്കിലും തിളപ്പിക്കുക ഒന്നും കൂടെ, അല്ലെ? തിളപ്പിച്ചിട്ട് കുടിച്ചാൽ നന്നായിരിക്കും ഞാൻ പറയാം. എന്റെ അഭിപ്രായം ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ ഈ തിളപ്പിച്ച വെള്ളമാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇപ്പൊ ചിലര് ചെയ്യുന്ന കാണാം. ഇപ്പൊ ഡയറക്റ്റ് പൈപ്പിൽ കഴുകിയ ഗ്ലാസ് വീണ്ടും അതിലിട്ട് മുക്കും. അപ്പൊ അങ്ങനെയും അസുഖങ്ങൾ പകരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ വെള്ളം നമ്മൾ ഗ്ലാസ് കഴുകുമ്പോ പോലും അതൊരു തിളച്ച വെള്ളത്തിലായിരിക്കണം കഴുകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യം അല്ല, ഇപ്പൊ അങ്ങനെ അത്ര ശ്രദ്ധിക്കണം നമ്മളിപ്പോ. അത് മാത്രല്ല, അസുഖങ്ങൾ കൂടി വരാണ് പൊതുവെ എല്ലായിടത്തും. അപ്പൊ അതൊക്കെ നമ്മള് പിന്നെ അത് മാത്രല്ല, പല ഹോസ്റ്റൽസിലും ഇപ്പോ വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റലിലുള്ളവര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യുക. അത് മാത്രമല്ല റോജ, ഇപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാരെ ഇപ്പൊ ആവുന്നത് ഹോട്ടലിലെ വെള്ളം കുടിക്കാതെ ഒരു മിനറൽ വാട്ടർ മേടിക്കുക. നമ്മൾ ആ സമയത്ത് പൈസ നോക്കണ്ട, ഒരു മിനറൽ വാട്ടർ മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ടും. ഒരുപാട് ഇലക്ട്രിക് വണ്ടികളൊക്കെ വെള്ളത്തിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അത് മാക്സിമം ഒഴിവാക്കുക. അപ്പൊ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പോലൊന്നൊന്നുമില്ല, ഷോർട്ട് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ മാക്സിമം നിങ്ങൾ വണ്ടിയൊക്കെ ഉണ്ട്, ആ വണ്ടി ഓവർ റേസ് ചെയ്ത് പോകുമ്പോഴേക്കും വെള്ളം അടിച്ച് പിന്നെയും കയറും. ഒരു ഐഡിയൽ RPM ഒരു 3000-3500 RPM മാത്രം നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലത്തെ വെള്ളത്തിൽ. പിന്നെ ഗിയർ അധികം ഡൗൺ ചെയ്യരുത്. അതായത് മാക്സിമം നിങ്ങളൊരു ഫസ്റ്റിലോ സെക്കൻഡിലോ 3000-3500 RPM ഇതിൽ വെള്ളത്തിലൊക്കെ പോവുക. ഒരുപാട് റേസ് ചെയ്ത് പോയാൽ വെള്ളം ചാടി നിങ്ങളുടെ വണ്ടിയിലേക്ക് വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ്. ഗൈസ്, ഫ്ലഡ് എവരിവെയർ ഫ്ലഡ്. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴേ നിങ്ങൾ മാക്സിമം കുറച്ച് പയ്യെ പോകാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ അധികം സ്പീഡിൽ പോയാലേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലേക്കൊക്കെ ഇവിടെ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയ ആകുമ്പോഴേ അവരുടെ വീട്ടിലേക്കൊക്കെ വെള്ളം അടിച്ച് കയറാൻ കൂടുതൽ സാധ്യതയാണ്. ഇതുപോലത്തെ വെള്ളത്തിലൊക്കെ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോകുമ്പോഴേക്കും വെള്ളം ഇങ്ങനെ അടിച്ച് അവരുടെ വീട്ടിലേക്ക് കയറും. അപ്പൊ എല്ലാവരും ഐഡിയൽ സ്പീഡിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയ്യെ പോയാൽ ആ വീട്ടുകാർക്കും ഉപകാരമായിരിക്കും. നമ്മളാരും ഉപദ്രവിക്കാണ്ട് നമുക്ക് പോവാം. നമുക്ക് യാത്രയും നടക്കും, അവരുടെ വീട്ടുകാരാണെങ്കിൽ ഒരു സമാധാനമായിട്ട് നടക്കും. അല്ലെങ്കിൽ ഓരോ വണ്ടികൾ പോകുമ്പോഴും അവരുടെ വീട്ടിൽ അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. നിസാബുക്ക് അറിയാം, നിസാബുക്ക് ഇവിടെ കാണുന്നുണ്ട്. മാക്സിമം എല്ലാം പുള്ളിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രകൃതി അങ്ങനെയാണ്. ഇപ്പൊ
അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ചിറ്റിലപ്പള്ളിയിലാണ്. ജസ്റ്റ് ഒന്ന് പൂളിലിറങ്ങാന്ന് വിചാരിച്ചു. നല്ല മഴയൊക്കെ അല്ലേ, അപ്പോൾ പുറത്ത് മഴ, അപ്പോൾ കുറച്ച് നനയാൻ വേണ്ടി പൂളിൽ ചാടാന്ന് വിചാരിച്ച് നേരത്തെ നമുക്ക് പൂളിലേക്ക് വെറുതെ ക്ലീൻ സാധനോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണുമ്പോൾ തന്നെ ഇല്ലേ കണ്ണിനൊരു കുളിർമയാണ്. എങ്ങോട്ടാ വാഹ് വാട്ടർഫോൾസ് ഒക്കെ നോക്കിയാ. ഇതെവിടെയാണ്? ഇത് എറണാകുളത്താണ്. എറണാകുളത്ത് തൃക്കാക്കര സിറ്റിയുടെ ഉള്ളില്. അത് ആൾക്കാരില്ല, പക്ഷെ ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പക്ഷെ ഇവിടെ എന്താണ് ഇത്ര റഷില്ല. ഇന്ന് ഏത് ദിവസമാണ്? ചൊവ്വാഴ്ച ആയതുകൊണ്ടായിരിക്കോട്ടാ, എനിക്കറിയില്ല. വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്ക്. അതെ, തിരക്കായിരിക്കും വീക്കെൻഡ്സിലൊക്കെ. ഇത് ക്ലൈംബിങ് സെറ്റാണ്. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് ക്ലൈംബൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പൂള് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. പൂൾ എത്ര രൂപ നമുക്ക്? എത്ര നേരം? 1 hour. അത് മാത്രമല്ല, അവിടെ വേറെ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ പാർക്ക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള കുറച്ച് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ സീനാണ്. അതെ, എന്തിന്റെ ട്രാക്കാണ്? ഈ സൈക്കിൾ ഔട്ടല്ല, ചെറിയ കാറില്ലേ? പിള്ളേരുടെ ഓ കുഞ്ഞു പിള്ളേർക്ക്. ഇവിടെ നമുക്ക് എത്ര വയസ്സുള്ള പിള്ളേരെ കൊണ്ടുവരാൻ പറ്റും? ഇതിനൊക്കെ നമ്മുടെ പിള്ളേരെല്ലാരും കൊണ്ടുവരാം. അതുപോലെ പിള്ളേരെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രായമുള്ള പിള്ളേരട്ടാ. ചെറിയ കുട്ടികൾക്ക് എന്തില്ലെന്ന് ഫ്രീ ആണോ എൻട്രി? ഹൈറ്റ് നോക്കിയിട്ട് അതിൽ താഴെയാണെങ്കിൽ ഫ്രീ. ഓ അതെന്തായാലും കളക്ട് സീനിയർ സിറ്റിസന് 50% ഓഫ്, 60. പിന്നെ അതുകൂടാണ്ട് ഞാൻ വേറെ കൂടെ കണ്ടായിരുന്നു, ഡിഫൻസിലുള്ളവർക്ക് 20% ഓഫ് അല്ലേ? പൊളി. ഇനി നമ്മളെ പൂൾ എവിടെയാണിത്? ഞാനിതുവരെ ഇവിടുത്തെ പൂൾ കണ്ടിട്ടില്ല. താണോ ഇതിന് ഇവിടുത്തെ പൂള്? നമ്മുടെ പൂളിച്ചു നേരത്തെ എന്നെ കൂട്ടം തോന്നല്ല. അതെ കൊള്ളാം, എന്തായാലും അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ പൂളിലേക്കുള്ള എൻട്രി. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് പൂളിലേക്ക് പോവാണ്. നോക്കാം. ഇതെന്താണ്? നൈലോൺ സിന്തറ്റിക് കോസ്റ്റ്യൂംസ് ഉള്ള ആളോട്. അങ്ങനെ നമ്മളുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയാണ് നമ്മളുള്ളത്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി പൂളിൽ ചാടണമെന്ന്. അങ്ങനെ നമ്മൾ പൂളിൽ വന്നിരിക്കുകയാണ്. ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് ഈ പൂള് നോക്കിയാൽ. ഇനി കൂടുതൽ സംശയമൊന്നുമില്ല. ഞാനും കൂടുതൽ എൻജോയ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇനി ഷോർട്ടൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഓക്കെ, ഇവിടെ പിള്ളേർക്കും അങ്ങനെ ഇത്ര വലിയ പൂളാണ്. പിള്ളേർക്ക് യൂസ് ചെയ്യാം. അതുപോലെ അഡൽട്ട് പൂളുണ്ട്. പിന്നെ ഇവിടെ കോച്ചിങ്ങും ഉണ്ട്. എല്ലാ ദിവസവും 3 മണി. അപ്പോൾ ശരി, പൂളിൽ പോയിട്ട് കാണാം. ഇവിടെ ഫാമിലി ആയിട്ട് ഇപ്പോൾ മഴയെന്ന് കരുതി വരാതിരിക്കേണ്ടത് കണ്ടില്ല. മഴയാണെങ്കിൽ വിഷയമില്ല, പിള്ളേർക്ക് കളിക്കാം. മഴ കൊള്ളില്ല. ശരിയാണല്ലേ, റൂഫ് ഉണ്ട്. അതുപോലെ അതെന്ത് സാധനമാണ്? അഡ്വഞ്ചർ സ്പോർട്സ് ആണ്. അഡ്വഞ്ചറാണത്. ഇവിടെ വീണാലെന്ത് ചെയ്യും? മേളിന്ന് ഇത് റോപ്പുണ്ട്. ഓ അപ്പൊ വീണാ തൂങ്ങി കിടക്കും. ഓ എടുത്ത് സാധനം? ഗോൾ പോസ്റ്റ്, ഫുട്ബോൾ ചെയ്യാൻ. അത് പൊളിച്ചിട്ടാണോ? ബാസ്കറ്റ് ബോള്. ഇവിടെ എല്ലാ ടൈപ്പ് സ്പോർട്സും ഉണ്ടല്ലേ? ഇതെന്താണ് മെയിനായിട്ട് പറയാൻ? വാട്ടർഫോൾസ് ഇവർ തന്നെ ഉണ്ടായി. ഫോട്ടോ എടുക്കാം. എവിടെയാണ്? ഇതിലാ? ഇപ്പൊ കൊള്ളാം കേട്ടാ ഇതൊക്കെ. വാവ്, ഇത് കോയിക്കാർഫ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ മെയിൻ്റെനൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷെ അടിപൊളിയാണ്. കണ്ടില്ല, കോയിക്കാർഫൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്കയായിട്ട്. അല്ലെങ്കിൽ മീനൊന്നും കാണാൻ പറ്റില്ല ഇങ്ങനെയൊന്നും. പ്രോപ്പർ ക്ലീനിങ് ഒന്നും ഇല്ലെങ്കിൽ. ബ്യൂട്ടിഫുൾ അല്ലേ? സൗക്ക് എന്താ എൻ്റെ അഭിപ്രായം? ഇവിടുത്തെ മൊത്തം ഓവറോൾ റേറ്റിംഗ് അടിപൊളി. അതെ, നിങ്ങൾക്കറിയാലോ ഞങ്ങളങ്ങനെ വെറുതെ ഒരു സ്ഥലത്തും പോയിട്ട് നല്ലതെന്ന് പറയാറില്ല അല്ലേ? ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പറഞ്ഞു. അത് എറണാകുളത്തുള്ളവർക്ക് പ്രത്യേകിച്ചും. അതെ, അല്ലാണ്ട് വെറുതെ ഇവിടെ മറ്റേ ഭയങ്കര സൂപ്പറാണ് അതാണ് ഇതാണെന്നൊന്നുമല്ല. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾ ഈ പുല്ല് നോക്കിയേ, നീറ്റ്നെസ് കണ്ട, അതാണ് എനിക്കിഷ്ടം. ചിറ്റിലപ്പള്ളി സ്ക്വയറിലെ ഫിഷസ്. ഇവിടെ മീൻ ഇതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റുമോ? എന്തിന്? ഇവിടെ വെറുതെ ഇടും. ഇവിടെ ഇറങ്ങാൻ പാടോ? വെള്ളത്തിലിറങ്ങാനാ? ഓ അങ്ങനെ കാലിട്ടിരിക്കാനാ? േടോ വാവ്, സൗകര്യടുത്ത് എല്ലാ മീനും കൂടെ വന്നിരിക്കണ നോക്കിയേ. അടിപൊളി ചേട്ടാ, മോനെ അടിച്ചുപൊളി. ഇവിടെ കൊള്ളാട്ടാണത്. ഇവിടെ എല്ലാം വന്നണോ? ഇവിടെ വിശന്നിട്ടാന്ന് തോന്നുന്നുണ്ടോ അല്ലേ? ഇവിടെ വാ വാ വാ, മതി 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 മതി. അടുത്ത് പിന്നെ വേറൊരു സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവം കാണിച്ചു കൊടുത്തേ. അടക്ക് വേറെ സർപ്രൈസിങ് ആയിട്ടുള്ളത് ഇപ്പുറത്തെ സാധനം കാണിച്ചു കൊടുക്കണോ? ഇപ്പുറത്തെ വേറൊരു സർപ്രൈസിങ് ആയിട്ട് ഞാൻ വന്നപ്പോൾ ഞാൻ തന്നെ എട്ടിപ്പോയി. ഞാൻ വിചാരിച്ചേ ഡ്യൂപ്ലിക്കേറ്റാന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ഒറിജിനലായിരുന്നു. വലിയ വലിയ കുറേ സ്പാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സൈസ് നോക്കി, സൈസ് ഉണ്ട് നല്ല വലിയ സൈസ്. ഇവിടെ കൊത്തോട്ടാ,
നൈസ്. അത് വെള്ളം കുടിക്കണൊക്കെ ഓക്കെ, നല്ല ഭംഗിയിലാണ്. ബാ അടുത്ത സ്ഥലത്തേക്ക് മമ്മിയായിട്ട് പ്ലാൻ ചെയ്തു. ഉറപ്പായിട്ട് ഫാമിലി ആയിട്ട് എന്തായാലും വാ. നമുക്ക് സ്ലിപ്പറിയാണ് സൂക്ഷിച്ചാറാൻ പറഞ്ഞിട്ടുണ്ട്. വാ. നമ്മുടെ എറണാകുളത്ത് ഇത്ര നല്ല വാട്ടർഫോൾസ്, അതും മാൻമെയ്ഡ് ആയിട്ടുള്ളത് ഉള്ള സ്ഥലം നിങ്ങൾക്ക് അറിയാലോ, ചിറ്റിരപ്പള്ളിയിൽ. ഇതൊന്നൊക്കെ മൈൻഡ് ബ്ലോയിങ് ആണ് വരുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് പൂൾ ഇൻ എറണാകുളം. ഇവിടെ 140 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ താഴ്ച. അത്യാവശ്യം നമുക്ക് നീന്താനൊക്കെ പറ്റിയ നല്ല താഴ്ചയുണ്ട്. ഫാമിലിയും ജെൻസും ഒക്കെ നമുക്ക് ഇവിടെ നീന്താവുന്നതാണ്. അതുപോലെ തന്നെ പിള്ളേർക്കാണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് നല്ല ഫൗണ്ടൈനുള്ള പൂളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പൂളിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. ഹായ് ഐസ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫുള്ള് ആക്ടിവിറ്റീസിലൊന്നും കയറിയില്ല. പക്ഷെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കൂടെ വന്ന് ഇവിടെ പൊളിക്കുന്നതാണ്. അത് കൂടാതെ തന്നെ സിപ്പ് ലൈനിലൊരു വായോറിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വരുന്നതാണ്. നമ്മളുള്ള സ്ഥലം അറിയാലോ, നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചിറ്റിലപ്പള്ളി സ്ക്വയർ, അതും എറണാകുളത്താണ്. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെയിലി വ്ളോഗ് നമ്മൾ ചെയ്യുവാണ്. സമയം കിട്ടണമല്ലോ, നിങ്ങൾക്ക് അറിയാലോ, ഓരോരോ പണിയിലായി പോകും. അതുകൊണ്ടാണ് ഡെയിലി വ്ളോഗ് ചെയ്യാൻ പറ്റാത്തത്. ഇനി തൊട്ട് നമ്മുടെ ഡെയിലി നമ്മൾ വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ സൈനിങ് ഓഫ്. ബൈ. സീ യു ഗൈസ്. ബൈ.